അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ. അപ്പോൾ അതിന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഫിഷ് കുടുതയാണ്. അതൊന്ന് മസാല പുരട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 2 ടീസ്പൂൺ മുളകും പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും വിനാഗിരി കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് നന്നായി മസാല പുരട്ടിയിട്ട് ഞാനൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്ത്, ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചു. നന്നായി മൊരിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു ഹാഫ് വേവിൽ എടുത്തിട്ട് നല്ല മൊരിയിച്ചിട്ടില്ല. അങ്ങനെ അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതെവിടെ മീനൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ലെവലെത്തിയപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല മൊരിഞ്ഞ പോലെ ഉണ്ടാവും, പക്ഷെ നല്ല മൊരിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ലെവലെത്തിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ വേറെ റെഡിയായി. ഇനി ഞാൻ ചോറ് വെക്കാൻ പോവുക കേട്ടോ. ഞാനിവിടെ ബർക്കത്ത് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബർക്കത്ത് അരിയാണ്. അത് ഞാനൊരു 5 മിനിറ്റ് കഴുകിയിട്ട് ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഞങ്ങളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ചെടിയാണ് ബിരിയാണിയിൽ നെയ്ച്ചോറിലൊക്കെ ഇട്ടാൽ നല്ലൊരു മണം. എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ഒരു നല്ല നീളത്തിലുള്ളൊരു ഇലയാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഇട്ടിട്ട് നല്ലൊരു മണം കിട്ടും, നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് വന്ന് 2 ടീസ്പൂൺ നെയ്യ് ഞാൻ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അരി ഇട്ടതിന് ശേഷമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അരി ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉപ്പിടാറ്. അപ്പോൾ ഇതാ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ. അരിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഊറ്റി മാറ്റി വെക്കട്ടെ. അപ്പോൾ ഞാനിത് അവിടെ ചോറ് ഊറ്റി വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട മസാല റെഡിയാക്കണം. അപ്പോൾ അതിനിത് ഞാൻ ഈ ഫിഷ് ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. ആ 3 സവാള ഞാൻ നല്ല സ്ലൈസാക്കി അരിഞ്ഞിട്ട് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായി അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഒന്ന് വഴറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ചേർക്കാം, മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ടീസ്പൂൺ മുളകും പൊടി, മല്ലിപ്പൊടി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളകും പൊടി 1 ടീസ്പൂൺ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ആ പൊടികളുടെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി എടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാവർക്കും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നതാണ്. എന്നാലും ഞാൻ അത്ര വലിയ ഷെഫൊന്നും അല്ല. സാധാ ഒരു രീതിയിൽ ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇനി തക്കാളി ഞാൻ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു 3 മീഡിയം തക്കാളി എടുത്തിട്ടുണ്ട്. അതൊരു പേസ്റ്റ് രൂപത്തിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് സോസ് ഞാൻ ഒഴിക്കും. ടൊമാറ്റോ സോസ് ഇല്ലേ, അത് ഞാൻ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കും. പിന്നെ ഒരു 1/2 ഗ്ലാസ് തൈര്, ചെറിയൊരു ഗ്ലാസ് തൈര് ഞാൻ ഒഴിച്ചു കൊടുത്ത്. ഈ ഒരു ഗ്ലാസ് തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിലേക്ക് ഞാൻ ഒരു പിടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിഷ് അതിൻ്റെ മേലെ ഇട്ടിട്ട് ഫിഷൊന്നും പൊട്ടാത്ത രീതിയിൽ ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഫിഷൊന്ന് ഉടഞ്ഞു പോകരുതിട്ട് മീൻ. അപ്പോൾ ഇത് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ദമ്മിടണ്ടേ. അപ്പോൾ അതിന് ഞാനൊരു ചെറിയൊരു ഉരുളിപ്പാത്രമാണ് ദമ്മിടാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ഈ മസാല ഒക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലെ ഞാൻ എന്ത് ചെയ്ത് റൈസ് ഇട്ട് കൊടുത്ത് ഇനി അതിൻ്റെ മേലെ കുറച്ച് ഞാൻ ഉള്ളി മുന്തിരിങ്ങൊക്കെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അതിൻ്റെ മേലെ കാണിക്കാൻ മറന്നതാണ്. അതിൻ്റെ മേലെ ഞാൻ ഇട്ട് കൊടുത്തു. കുറച്ച് ഈ മീൻ ഫ്രൈ ചെയ്ത ഓയിലില്ലേ അത് ഞാൻ കുറച്ച് അതിൻ്റെ മേലെ അങ്ങനെ ഒഴിച്ച് കൊടുക്കും. ഞാൻ ചിക്കൻ ബിരിയാണി വെക്കുകയാണെങ്കിലും ഞാൻ അത് ഒഴിച്ച് കൊടുക്കൂട്ടാ. ഏത് ബിരിയാണി വെക്കുകയാണെങ്കിലും ഞാൻ അതൊന്നും ഇങ്ങനെ ഒഴിച്ച് കൊടുക്കും മേലെ. അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ അതിൻ്റെ മേലെ കിട്ടും. അപ്പോൾ ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് ഇതാ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഫിഷ് ബിരിയാണി. സിമ്പിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ.